എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ വൻപൻ സിനിമയായ എമ്പുരാന്റെ നിർമ്മാതാക്കളാണല്ലോ ലാലേട്ടന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും. എമ്പുരാന്റെ അപ്ഡേറ്റിനു വേണ്ടി ദിവസങ്ങളായിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തുവരാത്തത് ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എമ്പുരാന് വേണ്ടി ലൈക്ക പ്രൊഡക്ഷൻ 75 കോടി രൂപയോളം ആണ് ചിത്രത്തിന് വേണ്ടി ചിലവഴിച്ചെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം എമ്പുരാൻ സിനിമയുടെ OTT, സാറ്റലൈറ്റ്, മറ്റു അവകാശങ്ങളൊക്കെ ലൈക്ക പ്രൊഡക്ഷൻ വൻപൻ തുകക്കാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ റൈറ്റ്സ് ഒന്നും ഇതുവരെ വിറ്റുപോയിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ലാലേട്ടന്റെ ആശീർവാദ് സിനിമാസ് ലൈക്കയോട് ചിത്രത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെടുന്നതും. ലൈക്ക അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഏകദേശം 10 കോടി രൂപയോളം എക്സ്ട്രാ നൽകണമെന്നാണ് അവരുടെ അഭിപ്രായം. അതായത് ചിത്രത്തിൻ്റെ ബഡ്ജറ്റിന് വേണ്ടി 75 കോടി രൂപയോളമാണ് ലൈക്ക പ്രൊഡക്ഷൻ ചിത്രത്തിന് വേണ്ടി നൽകിയിരുന്നത്, അതായത് എമ്പുരാന് വേണ്ടി നൽകിയിരുന്നത്. എന്നാൽ ചിത്രത്തിൽ നിന്നും അവർ പിന്മാറണമെങ്കിൽ ഏകദേശം ആശീർവാദ് സിനിമാസ് 85 കോടി രൂപയെങ്കിലും നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിന് പ്രതിവിധി? അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ എമ്പുരാൻ സിനിമയെ സംബന്ധിച്ച്, മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലാണ്, അഭിമാന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം പ്രഖ്യാപിച്ച നാൾ തന്നെ, അതായത് മാർച്ച് 27 തന്നെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ റിലീസ് എത്തണം. നമുക്കെല്ലാം അറിയുന്നത് കാര്യമാണ്, ലാലേട്ടന്റെ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസ് സാമ്പത്തികമായി ഒട്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയല്ല. അതുകൊണ്ട് തന്നെ ഈയൊരു എമൗണ്ട്, അതായത് ലൈക്ക പ്രൊഡക്ഷന് കൊടുക്കാമെന്ന് പറയുന്ന 85 കോടി എന്ന എമൗണ്ട് അങ്ങ് കൊടുത്തിട്ട് കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിർമ്മാണ കമ്പനി സ്വന്തമാക്കണം. അതായത് അത്രയ്ക്കധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിർമ്മാണ കമ്പനി പാർട്ട്ണറായി വരണം. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരെല്ലാം ആവേശത്തോടെ കാത്തിരിക്കുന്നതും ആ ഒരു കമ്പനി തന്നെ നിർമ്മാണ കമ്പനിയായി ഈ ഒരു ആശീർവാദ് സിനിമാസിന്റെ കൂടെ എത്തണമെന്ന് തന്നെയാണ്. പറഞ്ഞു വരുന്നത് മറ്റാരുടെയും നിർമ്മാണ കമ്പനിയല്ല, നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി. ലാലേട്ടന്റെ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ലാലേട്ടനൊപ്പം നിൽക്കുന്ന കട്ട ചങ്ക് തന്നെയാണ് മമ്മൂട്ടി. അത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഈ ഒരു കാര്യവും ലാലേട്ടന്റെ കൂട്ടുകാരനോട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഇന്ന് ഈ സിനിമക്കുള്ളൂ. ഈ രണ്ട് നിർമ്മാണ കമ്പനികൾ കൂടി ഈ ഒരു ചിത്രം ഏറ്റെടുക്കുമ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പാണ് ഈ ചിത്രത്തിന് ലഭിക്കാൻ പോകുന്നത്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം അപ്ഡേറ്റുകൾ പോലും ഇല്ലാതെയാണ് എമ്പുരാൻ സിനിമ കത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് കൂടി വന്നാൽ ചിത്രത്തിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? എമ്പുരാൻ സിനിമയോടൊപ്പം അല്ലെങ്കിൽ ആശീർവാദ് സിനിമാസിനോടൊപ്പം മമ്മൂട്ടി കമ്പനി കൂടി ചേരുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുകയില്ലേ? എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.